പട്ടടക്കലിലുള്ള യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ക്ഷേത്ര കോംപ്ലക്സിന് മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ക്ഷേത്ര കോംപ്ലക്സിൽ 9 ഹിന്ദു ക്ഷേത്രങ്ങളും പുറത്ത് ആയി ഒരു ജൈന ക്ഷേത്രവും ഉണ്ട്. കട സിദ്ധേശ്വര ക്ഷേത്രമാണ് ഇപ്പോൾ കാണുന്നത്. 7-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചെന്ന് പറയപ്പെടുന്ന ഈ ക്ഷേത്രത്തിന് ആ പേര് ലഭിച്ചത് അവിടെ താമസിച്ച ഒരു സന്യാസിയുടെ പേരിലാണെന്ന് പറയപ്പെടുന്നു. മഴയും വെയിലും ഈ ക്ഷേത്രത്തിൻ്റെ പഴയ പ്രതാപത്തെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്ന ക്ഷേത്രം ജംബു ലിംഗേശ്വര ക്ഷേത്രമാണ്. 7-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം ഉത്തരേന്ത്യൻ ശൈലിയിലാണ് നിർമ്മിച്ചത്. ഇതിൻ്റെ കുറേ ഭാഗം കേടുന്നതായി നമുക്ക് കാണാൻ കഴിയും. ജംബുലിംഗേശ്വര ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗത്ത് പ്രതിഷ്ഠിച്ച ശിവലിംഗത്തെയും നമുക്ക് കാണാം. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഗളകനാഥ ക്ഷേത്രമാണ്. എട്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം ഉത്തരേന്ത്യൻ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ നിർമ്മാണ ശൈലി ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഇതിലെ പ്രത്യേകമായിട്ടുള്ള കൊത്തുപണികളും അതുപോലെ പ്രദക്ഷിണപഥവും മനോഹരമാണ്. പ്രദക്ഷിണപഥത്തിലൂടെ ഞാനൊന്ന് നടന്നു നോക്കി. ഗളകനാഥ ക്ഷേത്രത്തിൽ നിന്നും പുറത്തിറങ്ങി ഞാൻ പിന്നീട് പോയത് ചന്ദ്രശേഖര ക്ഷേത്രത്തിലേക്കാണ്. 8-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം ഒരു ശിവക്ഷേത്രമായിരുന്നു. ഇത് നിർമ്മിച്ചത് രാഷ്ട്രകൂടർ ആയിരുന്നു. ഇതിലെ നടരാജ നൃത്തം കൊത്തിവെച്ച ക്ഷേത്രത്തിന് മുന്നിൽ നന്ദിയെയും നമുക്ക് കാണാം. ഇതാണ് സംഗമേശ്വര ക്ഷേത്രം. വിജയാദിത്യ എന്ന ചാലൂക്യ രാജാവ് നിർമ്മിച്ചതിനാൽ ഈ ക്ഷേത്രത്തിന് വിജയേശ്വര ക്ഷേത്രമെന്നും പേരുണ്ടായിരുന്നു. ഇപ്പോഴും നാം കാണുമ്പോൾ നിർമ്മാണം പൂർത്തിയാക്കാത്ത ഒരു രീതി ഈ ക്ഷേത്രത്തിൽ കാണാൻ കഴിയും. റെഡ് സാൻഡ് സ്റ്റോണിൻ്റെ വലിയ ഉരുളൻ പാറകൾ ഒന്നിച്ചെടുത്ത് ഒന്നിനുമേൽ ഒന്ന് എന്ന രീതിയിൽ അടുക്കി വെച്ചിട്ടാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് സംഗമേശ്വര ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗത്തേക്കും ഒന്ന് പോയി നോക്കാം.
ഇതാണ് പട്ടടക്കൽ ശിലാലിഖിതങ്ങൾ. സംസ്കൃതത്തിലും കന്നഡയിലും കൊത്തിയ കല്ലിഖിതങ്ങൾ ചാലൂക്യരുടെ വിജയത്തെയും വിവിധ ക്ഷേത്രത്തിലേക്കുള്ള അവരുടെ സംഭാവനകളും അവരുടെ വിവിധ ചരിത്ര വസ്തുതകളിലേക്കും വെളിച്ചം വീശുന്ന വലിയ നിധി തന്നെയാണ് ഇത്. AD 450 ഐഹോൾ കേന്ദ്രമാക്കി ജയസിംഹൻ എന്ന രാജാവാണ് ചാലൂക്യ ഭരണത്തിന് തുടക്കം കുറിച്ചത്. നിരവധി ക്ഷേത്രങ്ങൾ ഐഹോളിൽ അവർ നിർമ്മിച്ചിട്ടുണ്ട്. പിന്നീട് AD 543 മുതൽ 566 വരെ ഭരിച്ച പുലകേശി ഒന്നാമനാണ് ബദാമിയിലേക്ക് തലസ്ഥാനം മാറ്റിയത്. ബദാമിയിലെ ഗുഹാക്ഷേത്രങ്ങളും കോട്ടയും ശിവാലയ ക്ഷേത്രങ്ങളും നിർമ്മിച്ചുകൊണ്ട് 200 വർഷത്തോളം അവർ അജേയരായി തുടർന്നു. അന്നത്തെ രാജാക്കന്മാരുടെ കിരീടധാരണത്തിന് കണ്ടെത്തിയ പ്രശാന്തസുന്ദരമായ ഗ്രാമമാണ് പട്ടടക്കൽ. അവിടെ ചാലൂക്യരുടെ ഉപാസനാദേവന്മാരുടെ ക്ഷേത്രങ്ങൾ പണിതുകൊണ്ട് അവർ ചരിത്രത്തിൽ ഇടം നേടി. മല്ലികാർജുന ക്ഷേത്രമാണ് ഇപ്പോൾ കാണുന്നത്. വിരൂപാക്ഷ ക്ഷേത്രത്തോടനുബന്ധിച്ചാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. 7-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിന് ത്രിലോകേശ്വര ക്ഷേത്രം എന്നായിരുന്നു പേര്. വിക്രമാദിത്യ എന്ന രാജാവിൻ്റെ കാഞ്ചിയിലെ വിജയത്തെ അനുസ്മരിക്കാനാണ് ത്രിലോക മഹാദേവി നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. കാഞ്ചിയിലെ കൈലാസ ക്ഷേത്രത്തെ മാതൃകയാക്കിയാണ് ഈ ക്ഷേത്രവും നിർമ്മിച്ചത്. ഇതിലെ കൊത്തുപണികൾ വളരെ മനോഹരമാണ്. നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗത്തേക്കൊന്ന് പോയി നോക്കാം. അവിടുത്തെ കാഴ്ചകൾ കാണാം. മല്ലികാർജുന ക്ഷേത്രം കണ്ടു കഴിഞ്ഞ് ഞാൻ കാണാൻ പോകുന്നത് വിരൂപാക്ഷ ക്ഷേത്രമാണ്. നമുക്ക് വിരൂപാക്ഷ ക്ഷേത്രം ഒന്ന് കണ്ടുവരാം. മലപ്രഭ നദീതീരത്ത് ഗ്രാമത്തിലേക്ക് മുഖമായി വരുന്ന രീതിയിലാണ് വിരൂപാക്ഷ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് വിരൂപാക്ഷ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടം. ഇവിടെ പുറത്തൊരു വലിയ നന്ദി വിഗ്രഹത്തെയും കാണാം. ഭാഗികമായി അത് കേടുവന്നിട്ടുണ്ട്.
പ്രവേശന കവാടം കടന്ന് നമ്മൾ എത്തുന്നത് നന്ദി മണ്ഡപത്തിന് മുന്നിലായിരിക്കും. ഇതാണ് നന്ദി മണ്ഡപം. മനോഹരമായി കൊത്തുപണികൾ കൊണ്ട് സമ്പുഷ്ടമായ ഈ നന്ദി മണ്ഡപം കാണേണ്ടത് തന്നെയാണ്. ഇപ്പോഴും നിത്യപൂജയുള്ളതിനാൽ ഇവിടെ ഭക്തരുടെ നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട്. നമുക്ക് വിരൂപാക്ഷ ക്ഷേത്രത്തിലെ കൂടുതൽ കാഴ്ചകൾ കാണാം. ചെറുതും വലുതുമായ ധാരാളം ക്ഷേത്രങ്ങൾ പട്ടടയ്ക്കൽ കാണാം. ഇനിയും ഇവിടുത്തെ ക്ഷേത്രങ്ങൾ മുഴുവൻ കണ്ടു തീർന്നിട്ടില്ല. തെങ്ങുകൾ അതിർത്തി പങ്കിടുന്ന മനോഹരമായ പൂന്തോട്ടത്തിനിടയിൽ ഗ്രാമീണ അന്തരീക്ഷത്തിൽ കാണാവുന്ന ചാലൂക്യന്മാരുടെ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ മകുടോദാഹരണങ്ങൾ പൂർണ്ണതയിലെത്തിയത് പട്ടടയ്ക്കലാണെന്നാണ് വിദഗ്ധ മതം. ഒരു ലോക പൈതൃക സ്ഥാനത്തിന് നൽകാവുന്ന അനുയോജ്യമായ പൂന്തോപ്പ് തന്നെയാണ് ഇവിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരുക്കിയിരിക്കുന്നത്. അതിന് അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. താമസ സൗകര്യമോ നല്ല ഹോട്ടലുകളോ പട്ടടയ്ക്കൽ തീരെ ഇല്ല എന്നുള്ളതാണ് ഒരു ന്യൂനത.